നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ദം ബിരിയാണിയാണ്. അത് ഉണ്ടാക്കുന്നതിനായി 8 സവോള, 4 തക്കാളി, 25 വെളുത്തുള്ളി, അതിൻ്റെ പകുതി ഇഞ്ചി, ഒരു 6 പച്ചമുളക്. ഈ പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുക. പിന്നീട് 2 കിലോ ചിക്കനാണ് ഇതിനായി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതിൽ നിന്നും പകുതി ഇട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്ത് 1 മണിക്കൂർ നേരം വയ്ക്കുക. അതിനുശേഷം ഇത് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ വറുത്തെടുക്കുക. പിന്നീട് വളരെ കനം കുറച്ചരിഞ്ഞ സവോള 4 എണ്ണം എടുത്ത് നല്ലതുപോലെ വറുത്തെടുക്കണം. അതിൽ 2 സവോള ഗാർണിഷ് ചെയ്യാനും 2 സവോള ആ ചിക്കനിൽ അവസാനം പൊടിച്ചിടുന്നതിനും വേണ്ടിയുള്ളതാണ്. ഇതുപോലെ വറുത്തെടുത്ത് പൊടിച്ച് വെക്കണം 2 സവോള. പിന്നീട് ആ ഓയിലിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചതിന് ശേഷം ബാക്കി സവോള 4 സവോള ഇട്ട് ഇളക്കി പകുതി എടുത്തു വെച്ചിരിക്കുന്ന ആ ഇഞ്ചി പച്ചമുളക് അതുകൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നാല് തക്കാളി അരിഞ്ഞതും ഇട്ട് ഇളക്കണം. അതിനുശേഷം അതിലേക്ക് 1 പിടി മല്ലിയില, അതിൻ്റെ പകുതി മാത്രം പുതിനയില ഇട്ട് യോജിപ്പിക്കണം. 3 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയിട്ട് നല്ലതുപോലെ ഇളക്കി ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി മൂടി വയ്ക്കുക. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. അപ്പോഴേക്കും നമ്മൾ മറ്റേ ഗ്യാസിൽ അതിലേക്കുള്ള റൈസ് ശരിയാക്കുന്നതിനായി 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു 6 ഏലക്കായ, 8 ഗ്രാമ്പൂ, കറുവപ്പട്ട, ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ളത് കഷ്ണങ്ങളാക്കിയത് ഉണ്ടെങ്കിൽ ഒരു ബേ ലീഫ് പൊട്ടിച്ചിടുക. ഒന്ന് ഇളക്കുക, മൊരിയേണ്ട ആവശ്യമില്ല. പിന്നീട് ഒരു സവോള അതിലിട്ട് ഒന്ന് വഴറ്റുക. 1 കിലോ അരിയാണ് ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത്. അത് ഒരു 5 മിനിറ്റ് കുതിർത്ത് വെള്ളം വാർന്നതിന് ശേഷം അത് ഈ നെയ്യിലേക്കിട്ട് ഒരു 4 മിനിറ്റ് വറുക്കണം. ഇതിനായി ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. 4 മിനിറ്റ് വറുത്തതിന് ശേഷം 1 കിലോ അരി അളന്ന പാത്രത്തിൽ തന്നെ 1 പാത്രം അരി എടുത്താൽ അതിനെ 1.5 പാത്രം വെള്ളം എടുത്ത് വേറൊരു ഗ്യാസിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇളക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവ ഒഴിച്ച് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു 7 മിനിറ്റ് ആകുമ്പോഴേക്കും അത് അരി ഏകദേശം വെന്തിരിക്കും. നമ്മുടെ ചിക്കൻ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ആയി അത് ഏകദേശം വെന്തു. അപ്പോൾ നമ്മൾ അതിലേക്ക് 2 സവോള വറുത്ത് വെച്ചത് അതിലേക്ക് പൊടിച്ചിടണം. 2 സവോള ഗാർണിഷ് ചെയ്യാനും 2 സവോള ഈ ചിക്കനിൽ ഇടാൻ വേണ്ടിയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്.
അത് പൊടിച്ച് ഈ ചിക്കനിൽ ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ വെന്ത ചോറ് അതിന് മേലെ നിരത്തുക. പകുതി ചോറ് ആദ്യം അതിന് മേലെ നിരത്തിയതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചത് ഒരു സ്പൂൺ ഒഴിക്കുക. പിന്നീട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള വറുത്തത് എന്നിവയെല്ലാം ഇട്ട് അടുത്ത ലെയർ ചോറും അതിലേക്ക് ഇടുക. ചോറിട്ട് നല്ലതുപോലെ ഒന്ന് നിരത്തിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അതിന് മുകളിൽ ആക്കിയതിന് ശേഷം ആ മഞ്ഞൾപ്പൊടിയിട്ട പാലും ഒരു സ്പൂൺ ഒഴിച്ച് അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അത് എല്ലാം ഇട്ട് ഒന്ന് ഒപ്പമാക്കിയതിന് ശേഷം അടച്ച് ഒരു 10 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. ചിക്കൻ ദം ബിരിയാണിയാണിത്. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയാണിത്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായി ഞാൻ സലാഡും ഒരു പുതിനയില ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.